വേണ്ടെന്നാ കൊണ്ട് എടാ ലച്ചുമ്മ അടുക്കളയില് കട്ടപ്പണി. അതുകൊണ്ടാണ് മാമന്റെ അടുത്ത് പറഞ്ഞത് മക്കൾക്ക് രണ്ടുപേർക്കും ഫുഡ് തരാൻ. കണ്ടോ നന്നായിട്ട് കഴിയുന്ന വാ. അറിയാല്ല വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ പിന്നെയും വാരിത്തരാൻ നീലുമ്മയില്ല. ഇത് ഞാൻ കഴിച്ചിട്ട് ഞാൻ കഴിച്ചു പോകും. കൈയങ്ങോട്ട് അച്ഛനിങ്ങ് വരട്ടെ. അച്ഛനാണ് അവരെ വിളിച്ചോണ്ട് മുങ്ങിയത്. കടിക്കുന്ന ഈ അച്ഛൻ പാവല്ലേ? കഴിയടി നീ കഴി. എനിക്ക് വേണ്ട. ശ്രീ അതേ പോ. ഓക്കെ ഒരു കാര്യം ചെയ്യും, ഇവിടെ എവിടെയെങ്കിലും നിർത്താം. എന്തിനാ ഇത് രണ്ടുപേരും ഇങ്ങനെ തുടങ്ങല്ലോ ചേട്ടാ? ഒരു കാര്യം ചെയ്യും, നിങ്ങള് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാമൻ കൊണ്ടുപോയി മുട്ട മേടിച്ചു തരാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വാക്ക് മാറരുത്. അങ്ങനെ എങ്ങനെയൊന്നും വാക്ക് മാറുന്നവനല്ല ഈ കേശു. അല്ലെങ്കിൽ സ്വഭാവം മാറും. ഇന്നലെ കഴിയടി രണ്ടെണ്ണം ഒന്ന്. എന്തൊരു കഥയെ അതൊന്നും പറ്റൂല. ഇപ്പൊ നിലവില് കഥയൊന്നും സ്റ്റോറേജില്ല. എന്തടി ഞാൻ ഇതിപ്പോ എന്തൊക്കെ ചെയ്യണം? ഭയങ്കര ഡിമാൻഡ് തന്നെ കേട്ടാ. രണ്ട് പിള്ളേരായിട്ട് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോ ശിവ കിട്ടും. അത് കഴിഞ്ഞ് അവളുടെ കൊച്ചുങ്ങൾ കാരണം എനിക്ക് വഴിതെട്ടി അടക്കാൻ പറ്റാത്ത കൊച്ചുങ്ങളെ നോക്കി തന്നെ എന്റെ ജീവൻ തീരും. റേഞ്ചില്ലേ? ഏത് മലയുടെ മണ്ടൊക്കെ കിടക്കണം. എന്തോ എവിടെയെങ്കിലും നേരെ വണ്ടി പിടിക്കും. ഇത് വളച്ചു വിളിച്ചു പിടിക്കല്ലേ. ഈ ചെറുക്ക് എങ്ങോട്ട് പോയത്? നീ അവളായിട്ട് ഒളിച്ചോടി കാണോ? അവൻ ഒരിക്കൽ ഒളിച്ചോടിയല്ലേ അവള് കേട്ട്. ഒരിക്കൽ ഒളിച്ചോടിയ ആളും ജീവിതത്തിൽ പിന്നെ ഒളിച്ചോടൂല. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കിട്ടിയവൻ നമ്മളെ വേണ്ട. അവിടെ കൂടെ വാടാന്ന് പറഞ്ഞാൽ കേൾക്കൂല. ഓ നിങ്ങൾക്ക് അവന്റെ പുറകെ എത്താൻ പറ്റാത്തതിന്റെ ദേഷ്യമല്ലേ? അത് തന്നെ എന്റെ അച്ഛനും ഇത് തന്നെ പറയണം. എന്റെ അച്ഛൻ പറഞ്ഞ അവനെ കുറിച്ചല്ല നിങ്ങളെ കുറിച്ചാണ്. അതെ നിന്നെ നിനക്കൊക്കെ രണ്ടെണ്ണം തന്നെന്ന് വളർത്തണമായിരുന്നു. നിങ്ങളെയല്ലേ കെട്ടിപ്പിടിക്കാൻ എത്താണ്ടേ. ഇത് എന്തൊരു വയറാണിത്. നല്ലൊരു യാത്ര നശിപ്പിച്ചോ ഈ ചെറുക്കൻ. ശരി എന്നാ പിന്നെ കഥ പറയാം. പണ്ട് ഒരുപാട് പണ്ട്. വേണ്ട ശരി എന്നാ പണ്ടില്ല. എന്നാ ഇപ്പോ ഒരു വീട്, ഒരമ്മ, ഒരച്ഛൻ, കുറേ കുട്ടികള്. ആ കുട്ടികൾക്ക് ചെറുകുട്ടികളും ഉണ്ട്. ഒരു ദിവസം ഈ ചെറുകുട്ടികളെയും കുട്ടികളെയും എല്ലാം ഇട്ടിട്ട് ആ അമ്മയും അച്ഛനും കൂടെ ഒരു മാമനും മാമിയും നേരെ കാട്ടിലേക്ക് പോയി. ഇവിടുത്തെ കഥയല്ലേ? പിന്നെ ഒപ്പിച്ച് പറയേണ്ടേ എന്തെങ്കിലുമൊക്കെ കഥ. ശരിക്കുള്ള കഥ പറ. ശരിക്കുള്ള കഥ പറയാൻ ഇതെന്ത് കഥയില്ലേ? ഇത് കഥയല്ലേ, ജീവിതം. എന്നാ കഴുകി ഒരു വാശിക്ക് നമുക്കങ്ങ് പോയാലോ? എങ്ങോട്ട് പോവാൻ? കൂടിപ്പോയാ പടവലം വരെ നമ്മള് പോവും. ഈ കൊച്ചിന്റെ കഥ പറച്ചിൽ ഇതുവരെയായിട്ട് തീർന്നില്ലേ? അമ്മ അച്ഛനും വന്നാൽ ഞാൻ മിണ്ടതില്ല. അതവര് നേരത്തെ മനസ്സിൽ കാണും. രണ്ടുപേർക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നുണ്ടേ ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് തന്നെ മിണ്ടൂല അവര്. പിന്നെ നമ്മളൊന്നും പറയില്ലല്ലോ. എന്നാലും അച്ഛനും അമ്മയും നമ്മളെ വിളിക്കാതെ ടൂറിന് പോയല്ലോ. അച്ഛന്റെ കാര്യം നിനക്ക് അറിയാമല്ലോടി. അച്ഛൻ മിക്കവാറും എപ്പോഴും ടൂറിൽ തന്നെയല്ലേ. പക്ഷെ അമ്മയുടെ കാര്യമാണ് കഷ്ടം. അമ്മ എപ്പോഴെങ്കിലും ഒന്ന് സന്തോഷമായിട്ടിരിക്കട്ടെ. എപ്പോഴും പിള്ളേരുടെ സന്തോഷം, ചെറുമക്കളുടെ സന്തോഷം എന്നും പറഞ്ഞ് വീട്ടിൽ തന്നെ എപ്പോഴും ഇരിക്കും. വല്ലപ്പോഴും അല്ലേ അമ്മ പുറത്തോട്ട് പോകുന്നുള്ളൂ. അമ്മയെങ്കിലും പോയിട്ട് വരും. ഒന്നുമില്ല, അവര് മുമ്പേ പോകുന്നു. ഞാൻ മുമ്പേ പോകുമ്പോഴത്തേക്ക് നോക്കണ്ടായിരുന്നു ഏത് വഴിയാണ് തിരിയണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു അവര് മെയിൻ റോഡ് വഴി അങ്ങ് സ്ട്രെയിറ്റ് വിട്ട് കാണും കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് ഓഫ് റോഡ് കയറിയത് അവർ കണ്ടല്ലേ. പിന്നെ തോന്നുന്നു നമുക്കേ ലൊക്കേഷൻ അയച്ചു കൊടുക്കാം ചേച്ചിക്ക്. ഒന്ന് വണ്ടി നിർത്തോ? വണ്ടി ഒന്ന് നിർത്തോ? ചേച്ചിക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കട്ടെ. നീ ലൈവാണ് കറണ്ടാണ് അയക്കണേ? ഞാൻ അയച്ച ലൈവ് 2 വൈക്ക് അങ്ങോട്ട്
രണ്ടു വെച്ച്. ഛേ, എത്ര സമയം എന്നറിയാ പോണേ? രാത്രിക്ക് മുമ്പ് അങ്ങ് മയിലാടും പാറ എത്താവുള്ളതല്ലേ? ഒന്ന് പിടിച്ചോ. അതെ ഗൗരി വിളിക്കണം. ഗൗരി വിളിക്കണമെങ്കിൽ ഇപ്പൊ എടുക്കണ്ട, അങ്ങോട്ട് പോയിട്ട് നിർത്തിയിട്ട് എടുക്കാം. ഒരു മിനിറ്റ്. ആ ഗൗരിയേ, എവിടെ? ചേച്ചി ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കൂ. ആണോ? ലൊക്കേഷൻ അയച്ചിടാൻ പറ. അതാ ലൊക്കേഷൻ അയച്ചാ? നമ്മൾ അങ്ങോട്ട് വരാന്ന് പറ. ലൊക്കേഷൻ അയച്ചാ ഞങ്ങൾ അങ്ങോട്ട് വരാം. റേഞ്ച് കമ്മിയാ. ഓക്കെ ഓക്കെ. ശരി, ലൊക്കേഷൻ അയച്ചു തരും കേട്ടോ. നീ വരണം, ഒറ്റ അടിച്ച ചപ്പാക്കുരി ഒന്ന് കൊടുത്തു. ആരുടെ? നിന്റെ അനിയൻ നല്ലവനാ. പിന്നെ അങ്ങോട്ട് ചെന്നേച്ചാലേ മതി. ചെന്നാച്ചാ. പാലേ വെയില് പാലും വെയിലാ. ബൈക്കിൽ വന്ന ഇങ്ങനെയൊക്കെ തന്നെ. കുട വെച്ച ബൈക്ക് ഇറങ്ങിയിട്ടില്ലേ ഇതുവരെ? തമാശ. കുട വെച്ച ബൈക്കാണ് കാറ്, അതറിയില്ല. മറിയക്ക് കുഴിപ്പുറത്ത് അമ്മ വിളിച്ചപ്പോൾ പോയാ മതിയായിരുന്നു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു ദൈവം ഇവിടെ ഒന്ന് നിൽക്കണ്ടേ? ഓരോരുത്തർക്കൊന്നും പറയാതെ അങ്ങ് പോയാൽ മതിയല്ലോ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണം. എന്തരി ചേച്ചി ഭയങ്കര ബഹളമാണല്ലോ അടുക്കള കിടന്ന്. അടുക്കള എന്ന് പറയുമ്പോൾ ഒരു അടക്കം കേട്ട് വർക്ക് ചെയ്യണം. കുറെ നാളായില്ലേ അമ്മയുടെ അടുക്കള കിടന്ന് ഇറങ്ങാൻ തോന്നുന്നു. ഇതൊട്ടും പഠിച്ചില്ല. മിണ്ടാതെ ഇവിടെ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. ഒരുമാതിരി അടുക്കള തോറ്റാൻ അമ്മയുടെ അഞ്ചെന്ന് പറഞ്ഞതേപോലെ. നീ ഇപ്പൊ ഈ പഴഞ്ചൊല്ലി പറയാൻ കാരണം? എനിക്ക് പറയാൻ ഞാൻ പറഞ്ഞിട്ട് പഴഞ്ചൊല്ലി പറയാൻ പറ്റൂലേ ഇവിടെ? ആ പഴഞ്ചൊല്ലി നിനക്ക് നേരെ ചൊവ്വേ പറയാൻ പറ്റുമോ? കാരണവന്മാർ ഓരോന്നുണ്ടാക്കി നിനക്ക് തോന്നിയ പോലെ പറയാനാണോടാ? ചേച്ചിയുടെ ദേഷ്യത്തിന്റെ കാരണമൊക്കെ നമുക്ക് മനസ്സിലായി. എന്തോന്ന്? എല്ലാ പണിയും ചേച്ചി ഒറ്റയ്ക്ക് എടുക്കണം, കല്ലുവിനെ ഒറ്റയ്ക്ക് നോക്കണം. അമ്മ ഉണ്ടായിരുന്നപ്പോ അമ്മ നോക്കൂല്ലോ പകുതി. പറയുടെ പറച്ചിലായിട്ട് ഞാൻ ഇവിടുത്തെ ഒരു പണി എടുക്കാത്ത പോലെയാണല്ലോ. പിന്നെ കല്ലൂരും ഒക്കെ എനിക്ക് നല്ലോണം അറിയാം. എനിക്ക് വേറെ ആരുടെയും സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണ്. ഒറ്റയ്ക്ക് നോക്കിയോ? ഞാൻ നോക്കൂല. ഓ അപ്പൊ പിള്ളേരോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല നീ അവരുടെ കാര്യം നോക്കണതല്ലേ? കൊള്ളാം. ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്. എന്നാലും അവര് തേച്ചളന്നല്ലേ ചേച്ചി? ആന്നേ, അവര് പോയത് കൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. എനിക്കും വലിയ വിഷമമൊന്നുമില്ല. പക്ഷെ ചെറിയൊരു വിഷമമുണ്ട്. ചെറുതായിട്ട്. പക്ഷെ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയായിരുന്നു. അച്ഛന്റെ പരിപാടിയാണ്. അച്ഛന്റെ പണിയല്ലേ? ചെറിയൊരു ഡോസ് കൊടുക്കാം. നീ ആ ഫോൺ എടുത്തു തന്നെ. ആരെ വിളിക്കാൻ പോണു? ഫോൺ എടുക്കടാ. ഹലോ അമ്മൂമ്മേ, എന്തെടുക്കുവാ? അപ്പൂപ്പനോ? പറമ്പിലാ. ഇവിടെ എന്തോന്ന്, ഇവിടെ ദേ ഞാനും പിള്ളേരും പിന്നെ കേശുവൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇല്ല, അമ്മയും അച്ഛനും കുട്ടുപാവനും ഗൗരിയമ്മയൊന്നും ഇവിടെ ഇല്ലല്ലോ. അവരെന്നെ മിക്കവാറും 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരത്തുള്ളൂ. ഇവിടെ നിന്ന് പോയിട്ട് 2-3 ദിവസമായേ. എന്തായാലും ഒരു ദിവസം കഴിഞ്ഞില്ലേ? എന്തോ പറയാനാ അമ്മമ്മേ, ഭക്ഷണമൊക്കെ ദേ തോന്നിയ പോലെ അതും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നു. അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പട്ടിണി എടുക്കാൻ പറ്റില്ലല്ലേ? ഇവിടെയും കുറെ ജീവനൊക്കെ ഉള്ളതല്ലേ. അവരവരുടെ തോന്നിയ പോലെ പോട്ടെ. അച്ഛനെ വിളിച്ചാലാ? അല്ല, അച്ഛനെ വിളിച്ചാൽ കിട്ടുമോന്ന് അറിയില്ല. അമ്മൂമ്മ ഒന്ന് വിളിച്ചു നോക്ക്. വണ്ടിയൊക്കെ ഓടിക്കൊക്കെ ആണെങ്കിലേ കോളൊക്കെ അറ്റൻഡ് ചെയ്യാൻ അച്ഛന് ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഒന്ന് വിളിച്ചു നോക്ക് കേട്ടോ. ശരി. അച്ഛൻ ചത്ത്. അടിപൊളി. അയ്യോ, അമ്മൂമ്മയുടെ അടുത്തേ ഞാൻ വിളിച്ച് പറഞ്ഞ കാര്യം അച്ഛൻ്റെ അടുത്ത് പറയരുതെന്ന് പറയാൻ വിട്ടുപോയി. കുഴപ്പമുണ്ടാവില്ലല്ലേ? എന്തോന്ന് കഷ്ടോടെ ഇത്. എന്തിനിങ്ങനെ ചൂടാവണേ? നമ്മൾ എന്തിനാണ് ട്രിപ്പ് പോകണം? അത് പറ. റിലാക്സ് ആയിട്ട് സന്തോഷമായിട്ട് പോകാനല്ലേ? സോറി പണ്ട് ഷിമോഗയിൽ വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ മിസ്സായി. അവനെ അങ്ങ് മൈസൂർ വഴി അങ്ങ് ആന്ധ്ര കയറി. പിന്നെ അവനെ കിട്ടിയ എവിടെ നിന്ന് വെച്ചിട്ടാണ്? അസമിലെ കമാക്കിയിൽ വെച്ചിട്ട്. എന്ത്? അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, ഈ ബാലുചേട്ടൻ പറയണ പോലെ തള്ളു വല്ലോ ആണെന്ന്. കമാക്കിയമ്മയാണ് സത്യം. കമാക്കിയമ്മേ? കമാക്കി ടെമ്പിൾ കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ടിട്ടില്ല. സെർച്ച് ചെയ്ത് നോക്ക്. നീ ഒരു കാര്യം ചെയ്യോ, നേറ്റേക്കാരിൽ അപ്പൂപ്പനെ ഒന്ന് വിളിക്കോ? ഞാനാ? ഞാൻ വിളിച്ചു പറഞ്ഞ അങ്ങോട്ട് ഏകത്തില്ല ചേച്ചി.
ചേച്ചിയാകുമ്പോ ഇപ്പൊ പുള്ളക്കുട്ടി പരാതിനൊക്കെ ഉള്ള ആളാണല്ലോ. അപ്പൊ ഏക്കും സെന്റിമെന്റ്സ്. ഞാൻ തന്നെ വിളിക്കാല്ലേ? വിളിക്കുമ്പോ എന്റെ ചേർന്നേ. ഓക്കെ. പറമ്പിയല്ലോ. ഹലോ, അമ്മൂമ്മ ലച്ചുവാ. ആ, അപ്പൂപ്പൻ എവിടെ? ആ, പറമ്പിലാ. ഒന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? ഒരു കാര്യം പറയാനായിരുന്നു. ഇല്ല, വെറുതെ വിശേഷമൊക്കെ കുറെ നാളായില്ലേ അപ്പൂപ്പനെ വിളിച്ച് സംസാരിച്ചിട്ട്. ആ, അപ്പൂപ്പ എന്തുണ്ട് വിശേഷം? ഓ, ഇവിടെ സുഖം. അച്ഛൻ ഇവിടെ ഇല്ല. ആ, അച്ഛനും അമ്മയും പിന്നെ കുട്ടുപാവനും ഗൗരിയമ്മയും ബുള്ളറ്റും കൊണ്ട് ട്രിപ്പ് പോയേക്കുവാ. 2-3 ദിവസമായി പോയിട്ട്. എന്നാ വരുന്നേന്ന് അറിയാൻ പറ്റില്ല. ഓ, കഴിച്ച്. എല്ലാ അച്ഛന്റെ പ്ലാനാ അപ്പൂപ്പ. നമ്മളുടെ അടുത്ത് പോലും പറയാതാണ് കുട്ടുപാവനെയും അമ്മേനെയും ഗൗരിയമ്മനെയൊക്കെ വിളിച്ചുകൊണ്ട് പോയത്. ആ, വിളിച്ചാ കിട്ടുമായിരിക്കും. അവരിപ്പോ കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ കർണാടകയിലാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ആ, വിളിച്ചു നോക്ക് കേട്ടോ, ചിലപ്പോ കിട്ടുമായിരിക്കും. ശരി. പാവ അച്ഛൻ. അച്ഛന്റെ കാര്യത്തിൽ വീണ്ടും തീരുമാനമായി. എന്തായാലും എനിക്കൊന്നുമില്ലല്ലോ. സോറി, ആ സംസാരത്തിന്റെ ഇടയിൽ വിട്ടുപോയതാ. അവിടെ കൊടുത്തിട്ട് എന്തിനാ ഉള്ള കൂടെ നശിപ്പിക്കാനാ? പറഞ്ഞ വർഷം കൂടിപ്പോയാ? കറക്റ്റാ, അത് തന്നെ കാണാം. പിന്നെ അല്ല, പിന്നെ നമ്മുടെ പറയാതെ പോയല്ലേ. അപ്പൊ കുഴപ്പമില്ലല്ലേ? ഞാനല്ലേ ബാലപ്പൂവിനെ നിലമ്മയെ വിളിച്ച് ഞാനല്ലേ എന്നെ നിങ്ങളെ കൊണ്ടുപോയെന്ന് പറയും. ഒന്നും കൂടെ പറഞ്ഞേ. നിങ്ങളെ കൊണ്ടുപോയാന്ന് പറയും. നിങ്ങളെ കൊണ്ടുപോയില്ലെന്ന് ആരെ വിളിച്ച ആരോട് പറയൂന്ന്? ബാലപ്പൂവെത്തും നിലമ്മത്തും. എടാ, ഇവിടെ ഒറ്റ കൊടുക്കുന്നോടാ പറഞ്ഞത്. മക്കളെ ചക്കരെ പൊന്നുമോളല്ലേ, അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്ക്. പറയരുത് കേട്ടോ. ബാലു അപ്പൂപ്പ പറയുമ്പോ അമ്മേനെ തല്ലും. അപ്പൊ എന്ത് ചെയ്യും? തല്ലട്ടെ. യേശുമാമനെയും തല്ലും. അപ്പോഴോ? തല്ലട്ടെ. ഇവക്കും കൂറ അച്ഛന്റെ അമ്മയുടെ അടുത്താണ്. ശ്രീ, അതോ അവര് പറഞ്ഞു. എന്റെ വീട്ടിൽ എങ്ങനെയാണോ മക്കളാണോ തന്നെ തള്ളണത്? ഓ, ഇത് മക്കളല്ലല്ലോ, ഇത് അളിയനല്ലേ. ആ, അളിയൻ. എടേ, സ്വസ്ഥത കിട്ടില്ലല്ലോ. നിങ്ങൾ എങ്ങടാ പോയത്? നമുക്ക് എല്ലാം കൂടെ ഞാൻ വലിച്ചു കളയും. അളിയെവിടെ പോയത്? അളിയനെ എവിടെ പോയത്? വഴി തെറ്റി എവിടേക്കാ പോയത്? എവിടെ പോരുത്ര? ഞാൻ ഇൻഡിക്കേറ്റർ കണ്ടില്ലായിരുന്നു. ആളെ ഇൻഡിക്കേറ്റർ അവിടെ തിരിഞ്ഞ കണ്ടില്ലായിരുന്ന? എവിടെ? മെയിൻ റോഡിൽ നിന്ന് ഓഫ് റോഡ് കിടത്തിയെടുത്ത കണ്ടില്ലായിരുന്ന? കിടത്തിയെടുത്ത കണ്ടില്ലായിരുന്നു. എടാ, 100-110 കിലോമീറ്റർ സ്പീഡിലാണ് ഞാൻ മെയിൻ റോഡ് വഴി പോണത്. അപ്പൊ നീയൊക്കെ ലൊക്കേഷൻ അയക്കുമ്പോഴേ ഞാൻ 30 കിലോമീറ്റർ താണ്ടി കഴിഞ്ഞു. കിലോമീറ്റർ? ആ, 30 ഇല്ലടേ, 3-4 കിലോമീറ്റർ അത്രേ ഉള്ളു. നമ്മളിങ്ങനെ ഇവിടെ സംസാരിച്ചോണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് വിടാം. നെക്സ്റ്റ് ക്യാമ്പ് എവിടെ ഫിക്സ് ചെയ്ത് റൂട്ടും ക്ലിയറിന് ശേഷം മാത്രമേ എന്റെ വണ്ടി ഇവിടുന്ന് അനങ്ങൂ. ലച്ചു വിളിക്കണം. എടുക്കാം, ഇതൊന്നും നിൽക്കാലോ. ഇത് എവിടെ എടുക്കാം? ആറാണ്ടും കൊണ്ടാ. ആ, ലച്ചുവായി. അമ്മ നിങ്ങൾ എവിടെയാ? എന്താ മോളാ? ഓ, നമ്മളിത് എവിടെയോ ഉണ്ട്. സ്ഥലം പറയുമ്മ. ഓ, ഒരു പിടിയില്ലെന്നേ, ഏതോ വിജനായ സ്ഥലം. ശബ്ദം ശബ്ദോ? മയിലെന്ന് പറ. കുറുക്കനാ? ഓ, അച്ഛനായിരുന്നത്. ആ, മനസ്സിലായല്ലേ അച്ഛനാണെന്ന്. അമ്മ നിങ്ങളൊന്ന് സ്ഥലം പറയുമ്പോ നിങ്ങൾ എവിടെയാ? അതെ, ഇത് ഏതോ ഒരു ബോർഡറാണ്. കേരളമാണോ തമിഴ്നാടാണോ ഒരു പിടിയില്ല. ദൈവമേ, തമിഴ്നാട് ബോർഡറോ? ഞാൻ വെക്കൂല ഫോൺ. അമ്മേ, അച്ഛനെ കൊടുക്കാം. കറക്റ്റ് മയില്. മോളെ ലച്ചു, അച്ഛാ, എനിക്ക് അച്ഛൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കാനില്ല. ഞാൻ അച്ഛൻ്റെ അടുത്ത് മിണ്ടത്തില്ല. മിണ്ടണ്ട. സന്തോഷം. പിന്നെ മക്കളെ, ഒരു കാര്യം, അച്ഛൻ വരുമ്പോഴേ വരുമ്പോ എന്താ വിളിച്ചോണ്ട് വരണേ? ഇല്ല, ഒന്നും വാങ്ങിച്ചോണ്ട് വരൂല. ദയവേത് മകൾ അച്ഛനമ്മ സന്തോഷിക്കും, ശല്യം ചെയ്തു കേട്ടല്ലേ? ഓ, ആയിക്കോട്ടെ. അതെ, നിങ്ങൾ നാളെയെങ്കിലും വരൂ. അത് തീർത്ത് പറയാൻ പറ്റില്ല മക്കളെ. ശരിക്കും ഇനി നിങ്ങൾ എങ്ങോട്ടാ പോണേ? നമ്മളെ എങ്ങോട്ടൊന്നല്ലാതെ പൊയ്ക്കൊണ്ടേയിരിക്കും. ബൈ. നിങ്ങളൊരു വാക്ക് പോലും പറയാതെ പോയില്ലേ? ഞാൻ ഇനി പിള്ളേരെ കൊണ്ട് എന്ത് ചെയ്യാനാ?
ഏയ് ഈ കോപ്രാക്കി എന്ന് വെച്ചിരിക്കണം എൻ്റെ എന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പൈസ വിലപിടിപ്പുള്ള സാധനമല്ലേ? കോപ്രയല്ല ഗോപ്രോ. എന്ത് കോപ്ര ആയിക്കോട്ടെ, യൂട്യൂബ് ചാനല്. നമ്മളെ വിറ്റ് പൈസ ഉണ്ടാക്കാനല്ലേ? നീ വല്ല അറിഞ്ഞാ ഇതിങ്ങനെ പിടിച്ചോണ്ടേ ഇരിക്കും. ആദ്യത്തെ ഒന്നിയൊക്കെ വിളിച്ച് പറഞ്ഞു കറക്റ്റ് കിട്ടും. വഴിയിൽ വെച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞു ഞാൻ കേട്ട്. വാ. അടി. കറക്റ്റ് ലൊക്കേഷനിൽ പോയി ഇക്കടെ. കേട്ടോ ഇറങ്ങാൻ. എവള് പറയണ പെണ്ണ് ചെറുക്കനെ അടിച്ചോണ്ട് പോയെന്ന്. ഞാൻ പറഞ്ഞു ഇനി എന്തിനാ അടിച്ചോണ്ട് പോയ? ഞാനല്ലേ പറഞ്ഞത്. പോണ് ചേച്ചി ഇങ്ങനെ പോയി കിടക്കല്ലേ ഇവൻ? എന്തിനടെ നേരെ പോയി കിടക്കും വളഞ്ഞു പറ്റി പോണെന്ന്. ചേട്ടാ കുറച്ച് സാധനം വന്നില്ലേ? എന്ത് ഓർഡർ ചെയ്ത സാധനം വന്നില്ലേ? വരുന്നടി വരുന്ന്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്യാത്ത. കുറെ നേരം പിടിക്കും. ഇതേ സ്ഥാനത്ത് പോയി മേടിക്കാന്ന് വെച്ചാൽ ഉള്ള എല്ലാം കൂടെ വാരി തൂങ്ങി ഇറങ്ങും. ഓർഡർ ചെയ്ത് അവിടെ വിശന്നിട്ട് കണ്ണു കാണുള്ള മനുഷ്യര്. വരണേ ചേച്ചി. ചേച്ചി ഇങ്ങനെ വെപ്രാളം പിടിക്കില്ലേ? ഒരു മണി വെപ്രാളം പിടിച്ചു കഴിഞ്ഞാൽ സാധനം. ഞാനല്ല, നീയാണ് കാണുന്ന വെപ്രാളം പിടിക്കണേ. ഞാനാ? ഞാൻ ഇപ്പൊ വെപ്രാളം പിടിച്ച് ഇതിനേക്കാളും നല്ലത് ഹോട്ടലിൽ പോയി കഴിച്ചാൽ മതി. ആ പറഞ്ഞാലും കാര്യമുണ്ട്. ഹോട്ടലിൽ വല്ലതും പോയാൽ മതി. അതാണെങ്കിൽ ഈ സമയം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ. എന്തായാലും ചേച്ചി അച്ഛനും അമ്മയും നമ്മളെ തേച്ചിട്ട് പോയ ദേശത്തിലാണെങ്കിലും ചേച്ചി ഞങ്ങൾക്ക് ഫുഡ് മേടിച്ചൊന്നുമില്ല. ചേച്ചി ഒരു മഹതിയാണ് ചേച്ചി. ഓടാടന്ന് ഉണ്ടാക്കാനുള്ള മടി കൊണ്ടാണ്, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. വന്ന് ചേച്ചി പ്ലേറ്റ് എടുത്ത് പോയി. പ്ലേറ്റ് നീ എന്താ ഓർഡർ ആക്കിയേ? എന്താ ഓർഡർ ആക്കിയേ? പ്ലേറ്റിന് ആവശ്യമൊക്കെ ഉണ്ടോ? ചാടി വീഴാൻ പോണ. എങ്ങനെ പാക്കിംഗ് വരുന്നതിന് പോലും അറിയില്ല. വാട്ടർ ലേഡി മെനകെട്ട മുടി വിശന്നിരിക്കുമ്പോ വെള്ളമാടാ. വേണ്ട എനിക്ക്. കുബൂസ് വേണ്ടേ? എന്നാ ആ പ്ലേറ്റിലേക്ക് വെച്ചോ. കുബൂസ് ഇല്ലാത്തവർക്ക് അൽഫാമില്ലേ? നീ എന്തുകൂട്ടി കഴിക്കും? ചൂടാണ്. ലെവൽ ഉറങ്ങുവാണേ, മറക്കല്ലേ. ചെറുതേ കല്ലുവേ അവക്കുള്ള എടുത്ത് വെക്കാം. മാറ്റി വെക്കണേ. മാറ്റി വെക്കാം. അവക്കുള്ള പാറുന്നുള്ളൂ. പേര് വെച്ചേക്കുന്ന ചേച്ചി എനിക്ക് ഡൗട്ട്. അവരിനിയിപ്പം ബൈക്കിൽ നോർത്ത് ഇന്ത്യ വല്ലതും പോയിക്കാണോ? പറയാൻ പറ്റില്ല. ഗൗരമ്മയിലെ കൂടെ പോയേക്കുന്നേ. ആ ബുള്ളറ്റ് കൊണ്ട് ചിലപ്പോ ഹിമാലയത്തിൽ വരെ പോയിട്ട് വരും. നമ്മുടെ അച്ഛനും അമ്മയും ഇനി തിരിച്ചു കിട്ടത്തില്ലേ? അവര് കളഞ്ഞുപോയി. ചേച്ചി ഇതേപോലെ എല്ലാ ദിവസവും ഫുഡ് മേടിച്ചു തരുവാണെങ്കിലേ എന്താന്ന്? അച്ഛനും അമ്മയും സ്ഥിരമായിട്ട് ടൂർ പോയാലും എനിക്ക് വിഷയമില്ല. എന്നിട്ട് എനിക്ക് പോന്നി മോനെ ശ്രീകുട്ടാ. എടാ ഇവിടെ ഇഷ്ടം പോലെ ആറ്റുവാള ഇവിടെ ഒരു 10-12 മണിയാകുമ്പോഴേ ഇങ്ങനെ വന്ന് കയറും. നമുക്ക് ചൂണ്ടായിട്ട് നൈസായിട്ട് പിടിക്കാം. ഞാൻ ഇഷ്ടം പോലെ ഇവിടുന്ന് പിടിച്ചിട്ടുണ്ടാ പണ്ട് ഒളിവിൽ വന്നപ്പോഴാ. കൊച്ചു കൂലടാ. എനിക്കെല്ലാം അറിയാൻ പാലിച്ചാട്ട. മീനും പിടിച്ചിട്ട് രാവിലെ 3:30 മണിക്ക് പോയാൽ മതി. വെളുപ്പാൻ കാലം കേട്ടാ. എന്താ ആമേ വലിയ ടെന്റ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഇത് നിനക്കൊക്കെ മാത്രം കിടന്ന ഞാൻ കിടക്കുമ്പോ അളിയൻ കുറച്ചു നേരം കിടക്കുമ്പോ ഞങ്ങള് പുറത്തേക്ക്, ഞങ്ങൾ കുറച്ചു നേരം കിടക്കുമ്പോ അളി പുറത്തേക്ക്. അങ്ങനെ ചെടിയുണ്ട് താന്നൂല്ല പറഞ്ഞു കേട്ടാ. എന്താടാ ഇത്? അയ്യേ
അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. ദേ ഇരുട്ട് വീഴാറായി. ഇതാണ് സായം സന്ധ്യ എന്ന് പറഞ്ഞത്. നീ നോക്കടാ, പ്രകൃതി ഇതുവരെ കത്തി നിന്നിട്ട് സൂര്യൻ മങ്ങിയപ്പോ പതുക്കെ 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 അവൻ ഇരുളിലൂടെ ഇങ്ങനെ മറഞ്ഞു ഉറങ്ങാൻ. എന്താണ് ഇത്? എന്താണ് എന്തോ ആരോ ചെളി ഒരു കണക്കിനെ വഴി ഇരിക്കുമോ? സായം സന്ധ്യ. വലിയ ഇരുട്ടായാലും പിന്നെന്താ രാത്രിയായി